ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ് ഏത് സേമിയ പായസം. അപ്പോൾ ഞാനിന്ന് കുറച്ച് സേമിയ പായസം ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് സേമിയ ഇങ്ങനെ പൊടിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഞാൻ ഫസ്റ്റിൽ തന്നെ ഈ സേമിയ ആദ്യം തന്നെ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ആക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ അങ്ങനെ തിളപ്പിച്ച് വെന്ത ശേഷം ഞാൻ എന്താക്കി, വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു. കുറച്ച് കാഷ്യൂ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒഴിച്ചിട്ട്, കാഷ്യൂ ഒരു റെഡിഷ് കളറായ ശേഷമാണ് ഞാൻ കുറച്ച് മുന്തിരിയും കൂടെ ആഡ് ചെയ്തത്. അങ്ങനെ മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഇത് രണ്ടും മാറ്റിയെടുത്തു. എന്നിട്ട് ഒരു പാനിൽ ഞാൻ 1/2 ലിറ്റർ പാലൊഴിച്ചു. സെയിം പാനിൽ തന്നെയാണ് ഒഴിച്ചത്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ വാട്ടറും കൂടെ ആഡ് ചെയ്തു. സെയിം അളവിലല്ല, 1/2 ലിറ്ററിന് കുറച്ച് കുറവായിട്ടാണ് ഞാൻ വെള്ളം മിക്സ് ചെയ്തത് അതിൽ. ദെൻ അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച സേമിയ ഉണ്ടല്ലോ, ആ സേമിയ നമ്മൾ ഇതിലേക്ക് പാൽ ചൂടായ ശേഷം ആ സേമിയ മിക്സ് ചെയ്തു. എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പായസമൊക്കെ ആക്കുമ്പോഴേ. ദെൻ അതിനുശേഷം ഞാൻ ആഡ് ചെയ്തത് നമ്മൾ ഷുഗറും പ്ലസ് മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഷുഗർ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, മിൽക്ക് മെയ്ഡാണ് ഞാൻ കൂടുതലിവിടെ എടുത്തത്. പിന്നെ അതിനുശേഷം വറുത്തെടുത്ത കാഷ്യൂം മുന്തിരിയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഏകദേശം പായസം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.